കാസർഗോഡ് പൈവളികെ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് ചെയ്ത മുസ്ലിം ലീഗ് അംഗം. ലീഗ് അംഗത്തിന്റെ പിന്തുണയിൽ ബിജെപിക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിച്ചു. പൈവളകെ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യത്തിലൂടെയാണ് ബിജെപി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചെയർമാൻ സ്ഥാനം നേടിയത്. ബിജെപിക്കായി സുമന ജി ഭട്ടും LDFനായി ദിനേശ്വരി നാഗേഷുമാണ് മത്സരിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബിജെപിക്ക് 2, CPIMന് 2, ഒരു ലീഗ് അംഗവുമാണ് ഉള്ളത്. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കടങ്കൊടി വാർഡിൽ നിന്ന് ജയിച്ച മുസ്ലിം ലീഗ് അംഗം മൈമുനത്തുൽ മിസ്രിയ ബിജെപിക്ക് വോട്ട് ചെയ്തു. ഇതോടെ 2-നെതിരെ 3 വോട്ട് നേടി ബിജെപിയുടെ സുമന ജി ഭട്ട് ചെയർപേഴ്സണായി. ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. നേരിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരംഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ UDFൻ്റെ ഒരംഗവും BJPയുടെ 2 അംഗവും ഇടതുപക്ഷത്തിൻ്റെ 2 അംഗവുമാണുള്ളത്. അങ്ങനെ 5 അംഗങ്ങളാണുള്ളത്. പക്ഷേ 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച് വന്ന സുമന ജി ഭട്ട് എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിക്ക് മുസ്ലിം ലീഗിൻ്റെ 21-ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച നഫീസത്ത് മിസ്രിയ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ അംഗം നേരിട്ട് BJPക്ക് വോട്ട് ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്നുണ്ടായത്. അതുകൊണ്ടാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി BJPയുടെ സുമന ജി ഭട്ട് തെരഞ്ഞെടുത്തത്. പൈവളികെ ഗ്രാമപഞ്ചായത്തിൽ LDF 7, UDF 9, BJP 5 എന്നിങ്ങനെയാണ് കക്ഷിനില. നേരത്തെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിൽ LDF മുൻതൂക്കം നേടുന്നത് തടയാൻ കോൺഗ്രസും BJPയും മുസ്ലിം ലീഗും ഒന്നിച്ചിരുന്നു. പൊതുവിഭാഗത്തിൽ ഒഴിവുള്ള 4 സീറ്റിലേക്ക് 3 LDF അംഗങ്ങളും 2 BJP അംഗങ്ങളുമാണ് മത്സരിച്ചിരുന്നത്. CPIMന്റെ 3 അംഗങ്ങളും വിജയിക്കുന്നത് തടയാൻ UDFും BJPയും ധാരണയിലെത്തി. കോൺഗ്രസിന്റെ 2 അംഗങ്ങളും 2 മുസ്ലിം ലീഗ് അംഗങ്ങളും BJP അംഗത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയായിരുന്നു. 2 ദിവസങ്ങളിലായി കോലീബി അവിശുദ്ധ സഖ്യത്തെ തുറന്നു കാണിച്ച LDFന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരുന്നു. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലും LDFനെതിരെ കോലീബി സഖ്യമാണ് പ്രവർത്തിച്ചത്. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ BJP അംഗത്തിന്റെ പിന്തുണയോടെ മുഴുവൻ സ്ഥിരം സമിതികളിലും മുൻതൂക്കം നേടി UDF ചെയർമാൻ സ്ഥാനം നേടിയിരുന്നു. തേലമ്പാടിയിൽ സ്ഥിരം സമിതികൾ പരസ്പരം പിന്തുണച്ച് കോൺഗ്രസും BJPയും മുസ്ലിം ലീഗും പങ്കിട്ടെടുത്തിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.